ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇത് കടയ്ക്കൽ പാർക്കാണ്. അപ്പം നമ്മൾ ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട് അവിടെ പോയതായിരുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട് കടയ്ക്കൽ പാർക്കിലാണ്. നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ ആയിട്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലായതിനു ശേഷമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തെവിടെയെങ്കിലും പോകാൻ എന്ന് നമുക്ക് ഉള്ളത് നമ്മുടെ കടയ്ക്കൽ പാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ എത്തി. അവിടെ നല്ല മനോഹരമായ പരിപാടികളായിരുന്നു. ഗ്രാമികം എന്ന് പറയുന്ന കടയ്ക്കൽ കൂട്ടായ്മയുടെ 5ാമത്തെ വാർഷികം കൂടെയായിരുന്നു. അപ്പോൾ അവരുടെ പരിപാടികളാണ് ഈ നടക്കുന്നത്. പരിപാടി നടത്തുന്നതെന്ന് പറയുന്നത് നമ്മുടെ കടയ്ക്കൽ തന്നെ ഉള്ള കൊച്ചു കലാകാരികൾ, കലോത്സവ വിജയികൾ, സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി മികവ് തെളിയിച്ചിട്ടുള്ള കുരുന്നുകൾ, അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള നല്ല കലാകാരികളും കലാകാരന്മാരുടെയും പാട്ടുകൾ, അവരുടെ ഡാൻസ്, ഇതൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടി. വളരെ നല്ല മനോഹരമായിട്ട് തന്നെ അവർ ഇതെല്ലാം ചെയ്തു. പിന്നെ ഒരു ന്യൂ ഇയറിൻ്റെ 2026 എന്നുള്ള ഒരു ഡിസൈനിങ്, ലൈറ്റ് ഡിസൈനിങ് ഒക്കെ അവിടെ കൊടുത്തിരുന്നു. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ അവിടെ നല്ല ട്രെയിനും പിന്നെ കുറച്ച് റൈഡുകളും സീസോയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. ഞങ്ങൾ വളരെയധികം ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ഇടണമെന്ന് വെച്ചിട്ട് ഇതുവരെ ഇടാൻ സമയം കിട്ടിയിരുന്നില്ല. ഈ വോയിസ് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ ഉറങ്ങുന്ന സമയത്തൊക്കെയല്ലേ പറ്റൂ. അപ്പം മറ്റ് തിരക്കുകളാവും. അപ്പോൾ നമുക്ക് വീഡിയോയോ അങ്ങനെയൊന്നും ചെയ്യാനും നമുക്ക് അതിനുകൊണ്ട് സമയം കിട്ടാറില്ല. നമ്മുടെ കമ്പനി മോള് അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് അവിടെ നടന്ന് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അവൾ ആദ്യമായിട്ട് കാണുകയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷമൊന്നും അവൾ കുഞ്ഞായിരുന്നുകൊണ്ട് നമ്മൾ ഉത്സവങ്ങൾക്കോ അങ്ങനെയൊന്നും ലൈറ്റൊന്നും കാണിക്കാനൊന്നും കൊണ്ടുവരുന്നില്ല. അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയി കാണുക ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പോൾ അവൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ. എല്ലാം എന്താണെന്നൊക്കെ ഇങ്ങനെ നോക്കി കാണുമായിരുന്നു. ഒരു വഴക്കുണ്ടായിരുന്നില്ല അവൾക്ക്. അത് പൊതുവേ വഴക്ക് കുറവാണ് അവൾക്ക്. എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ദപ്പൂട്ടൻ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പം അനിയനും അമ്മയും കൂടെ സാത്തുക്കുട്ടിയും കൂടെ ദപ്പൂട്ടനെ കൊണ്ട് വന്നു. അപ്പോൾ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം.